അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ 999 വർഷത്തേക്ക് തമിഴ്നാടിന് സ്വന്തം. ബലക്ഷയത്തിന്റെ പേരിലും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കത്തിന്റെ പേരിലും മറ്റും കുറച്ചു വർഷങ്ങളിലായി പലരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണിത്. കേരളത്തിൽ ഇടുക്കി ജില്ലയിലാണ് മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ഇതിന്റെ പ്രയോജനമെല്ലാം തമിഴ്നാടിനാണ് എന്നതാണ് വസ്തുത. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം തമിഴ്നാട്ടിൽ ജലസേചനത്തിനും വൈദ്യുതി നിർമ്മാണത്തിനുമാണ് ഉപയോഗിക്കുന്നത്. പീരുമേട് താലൂക്കിൽ കുമിളി പഞ്ചായത്തിലാണ് ഈ ഒരു അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. തേക്കടിയിലെ പെരിയാർ വന്യജീവി സങ്കേതം ഈ അണക്കെട്ടിന്റെ ജലസംഭരണിക്ക് ചുറ്റും സ്ഥിതി ചെയ്യുന്നു. മുല്ലപ്പെരിയാറിന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പോയാലോ? വെൽക്കം ബാക്ക് ടു നിമ്മീസ് വ്ലോഗ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയമായിരുന്നുവെങ്കിലും അവരുടെ നിയന്ത്രണത്തിലല്ലാതിരുന്ന നിരവധി സ്വതന്ത്ര പ്രദേശങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അവയിൽ ഒന്നായിരുന്നു തിരുവിതാംകൂർ. തിരുവിതാംകൂറിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമായിരുന്നു മദ്രാസ് അഥവാ ഇന്നത്തെ തമിഴ്നാട്. മദ്രാസ് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു. മദ്രാസിലെ സാധാരണക്കാരുടെ ജനജീവിതം വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. അവിടെ ജലത്തിന്റെ വരൾച്ച വളരെയധികം കൂടി വരികയായിരുന്നു. തിരുവിതാംകൂറിന്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും മദ്രാസിൽ ജലസ്രോതസ്സുകളുടെ എണ്ണം വളരെയധികം കുറവായിരുന്നു. വരൾച്ച മൂലം നിരവധി ആളുകൾ മദ്രാസിൽ മരണമടയുവാൻ ആരംഭിച്ചു. മരണസംഖ്യ തുടക്കത്തിൽ വളരെയധികം ചെറുതായിരുന്നുവെങ്കിലും കാലക്രമേണ അത് ലക്ഷങ്ങളിലേക്ക് മാറുവാൻ ആരംഭിച്ചു. ജലസ്രോതസ്സിനായി എന്തെങ്കിലും ഉടനെ ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചു. മദ്രാസിലെ മന്ത്രിമാരും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരും അതിനായുള്ള ആലോചനകളിൽ ഏർപ്പെട്ടു. അങ്ങനെയാണ് മദ്രാസിലെ ഒരു മന്ത്രിയായിരുന്ന പ്രധാനി മുതുരുള്ളപ്പ പിള്ളയ്ക്ക് ഒരു ആശയം ലഭിക്കുന്നത്. തിരുവിതാംകൂറിൽ ഒഴുകുന്ന ഒരു നദിയാണ് പെരിയാർ. പെരിയാറിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒഴുകുന്ന ജലം മദ്രാസിലെ വൈഗാ നദിയിലേക്ക് തിരിച്ചുവിട്ടാൽ പ്രശ്നങ്ങൾക്ക് ഒരു പോംവഴി ഉണ്ടാവുന്നതാണ്. പക്ഷെ എങ്ങനെ ഇതിനെ തിരിച്ചുവിടും? ഒഴുകുന്ന നദിയിൽ ജലം തിരിച്ചുവിടുവാൻ ഒരേ ഒരു മാർഗമേ അപ്പോൾ അവരുടെ ചിന്തയിൽ വന്നുള്ളൂ. ഒരു ഡാം അവിടെ പണിയുക. ഒരു ഡാം കൊണ്ട് മാത്രമേ ജലത്തെ മദ്രാസിലേക്ക് തിരിച്ചു കൊണ്ടുപോവാൻ സാധിക്കുകയുള്ളൂ. മദ്രാസ് എഞ്ചിനീയർമാരിൽ ഒരാളായിരുന്ന ക്യാപ്റ്റൻ GL കാഡ്വൽ ആണ് അണക്കെട്ടിനായുള്ള സ്ഥാനം ആദ്യം കണ്ടെത്തിയത്. മലകളിലൂടെ തുരങ്കം വഴി പെരിയാറിലെ ജലം മദ്രാസിൽ എത്തിക്കാമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്നാൽ ഇതിനായുള്ള കൂടുതൽ റിസർച്ച് ആരംഭിച്ചപ്പോഴാണ് ആശയത്തിലെ ഒരു പ്രശ്നം അദ്ദേഹത്തിന്റെ കണ്ണിൽ പെടുന്നത്. പ്രശ്നം ബഡ്ജറ്റ് തന്നെയാണ്. തുരങ്കം നിർമ്മിക്കുന്നതിനായി വളരെ വലിയ തുക തന്നെയാണ് ഇതിനാവശ്യം. അങ്ങനെ ബഡ്ജറ്റിന്റെ പ്രശ്നം കാരണം ആ ഒരു പ്രൊജക്ട് അവർ റദ്ദാക്കി. അവർ മറ്റു വഴികൾക്കായുള്ള ആലോചന ആരംഭിച്ചു. എന്നാൽ മദ്രാസിലെ ജലക്ഷാമം അപ്പോഴേക്കും കൂടി വരികയായിരുന്നു. ജലസ്രോതസ്സുകൾക്കായി മറ്റു വഴികൾ ഒന്നും തന്നെ അവരുടെ മുന്നിൽ തെളിയുന്നില്ലായിരുന്നു. എന്നാൽ ഡാം എന്ന ആശയത്തെ അവർ മുറുക്കെ പിടിച്ചു. വർഷങ്ങൾക്ക് ശേഷം 1886 അണക്കെട്ട് നിർമ്മിക്കാനുള്ള അനുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്നും അവർക്ക് ലഭിച്ചു. നദികളായ പെരിയാറിന്റെയും മുല്ലയാറിന്റെയും സംഗമസ്ഥാനത്ത് നിർമ്മിക്കാൻ പോകുന്നതിനാൽ അതിനെ മുല്ലപ്പെരിയാർ ഡാം എന്ന പേരും അവർ നിർദ്ദേശിച്ചു. എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ അണക്കെട്ട് നിർമ്മിക്കുവാൻ കഴിയില്ലായിരുന്നു. കാരണം അണക്കെട്ട് നിർമ്മിക്കുവാൻ ഉദ്ദേശിച്ച സ്ഥലം ബ്രിട്ടീഷ് ഭരണ പ്രദേശത്തല്ലായിരുന്നു. അങ്ങനെ തിരുവിതാംകൂറുമായൊരു കരാർ വെക്കുവാൻ അവർ തീരുമാനിച്ചു. നദിയുടെ 185 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന 8000 ഏക്കർ സ്ഥലവും നിർമ്മാണത്തിനായി 100 ഏക്കർ സ്ഥലവുമാണ് പാട്ടത്തിനായി നൽകിയിരുന്നത്. 999 വർഷത്തേക്കാണ് കരാർ. ഏതെങ്കിലും സർക്കാർ കരാർ പുതുക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വീണ്ടും 999 വർഷത്തേക്ക് കരാർ നൽകേണ്ടി വരും. മാത്രവുമല്ല, പാട്ടത്തുകയായി ഏക്കറിന് 5 രൂപ എന്ന തോതിൽ 40,000 രൂപ വർഷം തോറും തിരുവിതാംകൂറിന് ലഭിക്കും. പെരിയാർ പാട്ടക്കരാർ എന്നാണ് ഈ കരാർ അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിന് വേണ്ടി മരാമത്ത് സെക്രട്ടറി KKV രാമയ്യങ്കാരും മദ്രാസിന് വേണ്ടി സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ചൈൽഡ് ഹാങ്ടണുമാണ് കരാർ ഒപ്പുവെച്ചത്. അങ്ങനെ എഞ്ചിനീയറായ പെന്നിക്വിക്കിന്റെ നേതൃത്വത്തിൽ അണക്കെട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചു. എന്നാൽ അവർ വിചാരിച്ച പോലെ മുല്ലപ്പെരിയാറിന്റെ നിർമ്മാണം അത്ര സുഖകരമായിരുന്നില്ല.
വെള്ളത്തിന്റെ അമിതമായ കുത്തലിപ്പ് കാരണം 2 തവണ നിർമ്മാണത്തിനിടയിൽ വെച്ച് പൂർണ്ണമായും തകർന്നു പോയി. മറ്റൊരു പോംവഴിയുമില്ലാതെ ബ്രിട്ടീഷ് സർക്കാർ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു. എന്നാൽ എഞ്ചിനീയർ ആയിരുന്ന പെന്നിക്വിക്കിന് തന്റെ തീരുമാനത്തിൽ നിന്നും മാറുവാൻ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം ഡാമിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ സമ്മതിപ്പിച്ചു. തന്റെ സ്വകാര്യ സ്വത്തുക്കളിൽ നിന്ന് പോലും ഡാം നിർമ്മാണത്തിനായി അദ്ദേഹം പണം ചിലവഴിച്ചു. അങ്ങനെ പെന്നിക്വിക്ക് എന്ന ഒരൊറ്റ ആളുടെ നിർബന്ധം മൂലം മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മാണം പൂർത്തിയായി. തമിഴ്നാട്ടിൽ വലിയൊരു മാറ്റമാണ് മുല്ലപ്പെരിയാർ ഡാം കൊണ്ടുവന്നത്. വരൾച്ചയിൽ ജീവിച്ച തമിഴ്നാടിന് മുല്ലപ്പെരിയാർ ഒരു അനുഗ്രഹമായിരുന്നു. അവർ നല്ല രീതിയിൽ കൃഷി ചെയ്യുവാൻ ആരംഭിച്ചത് മുല്ലപ്പെരിയാറിലെ ജലം വന്നതോടുകൂടിയാണ്. ജീവിത രീതിയിലും വലിയ മാറ്റങ്ങൾ വന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അങ്ങനെ തമിഴ്നാടിന് ജീവജലമായി മുല്ലപ്പെരിയാർ മാറിയതോടുകൂടി ദൈവതുല്യനായിട്ടാണ് പെന്നിക്വിക്കിനെ തമിഴ്നാട്ടുകാർ ഇന്നും കാണുന്നത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ പ്രത്യേകതയെ കുറിച്ച് നോക്കാം. മുല്ലപ്പെരിയാർ ഡാം എന്നത് മെസനറി ഡാമാണ്. എന്താണ് മെസനറി ഡാം? കൽക്കട്ട കൊണ്ട് നിർമ്മിച്ച ഡാമാണിത്. കല്ലും സുർക്കയും കൊണ്ട് നിർമ്മിച്ചതാണ് മുല്ലപ്പെരിയാർ. ഇതിന്റെ ഷേപ്പ് ഒരു സൈഡ് സ്ട്രൈറ്റ് ആണ്, മറ്റേ സൈഡ് എന്നത് സ്ലോപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ വെള്ളത്തിന്റെ താഴ്ഭാഗം ഭയങ്കരമായ മർദ്ദം ഉണ്ടാവുകയും മുകൾ ഭാഗത്ത് ചെറിയ മർദ്ദം മാത്രമാണ് ഉണ്ടാവുന്നത്. താഴെ ഭാഗത്തെ മർദ്ദം ഈക്വൽ ചെയ്യാൻ വേണ്ടിയാണ് അടിഭാഗം നീളം കൂട്ടിയും മുകൾ ഭാഗത്ത് നീളം കുറച്ചും ഡാം പണിഞ്ഞത്. മറ്റൊന്നാണ് മുല്ലപ്പെരിയാർ ഡാം ഒരു ഗ്രാവിറ്റി ഡാമാണ്. ഗ്രാവിറ്റി ഡാം എന്നത് സ്വന്തം വെയിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഡാം അവിടെ നിലനിൽക്കുന്നത്. അതായത് ആ ഡാമിന്റെ മുകളിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് അത് അവിടെ നിലനിൽക്കുന്നതും വെള്ളത്തെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നത്. ഇതുപോലെയുള്ള ഡാമുകളാണ് ഗ്രാവിറ്റി ഡാമുകൾ എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഡാം ആയിരുന്നു തിരുവിതാംകൂറിലെ ഈ മുല്ലപ്പെരിയാർ. ആ ഒരു കാലഘട്ടത്തിൽ മുല്ലപ്പെരിയാർ ഡാം ഒരു അത്ഭുതം തന്നെയായിരുന്നു. ഏകദേശം 170ഓളം അടിയായിരുന്നു മുല്ലപ്പെരിയാർ ഡാമിന്റെ മുഴുവൻ ഉയരം എന്ന് പറയുന്നത്. അതിൽ ഏകദേശം 152 അടിയാണ് അതിനകത്തെ വാട്ടർ ലെവലായിട്ട് ഉണ്ടായിരുന്നത്. ഇതായിരുന്നു ആദ്യകാലത്തെ മുല്ലപ്പെരിയാർ ഡാം. ഇത് നേരത്തെ പറഞ്ഞ പാട്ടക്കരാറിന്റെ വ്യവസ്ഥകൾക്ക് അനുസരിച്ച് മുന്നോട്ടു പോയി. സ്വാതന്ത്ര്യത്തിന് ശേഷം 1948 ജലനിരപ്പ് 152 അടി മുകളിലേക്ക് ഉയരുന്നു. ജലസേചനത്തിനായി നിർമ്മിച്ച ഈ അണക്കെട്ടിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടാവുന്നത് 1948 തുടർന്ന് പാറ തുരന്ന് തുരങ്കം നിർമ്മിക്കുന്നു. 1952 പവർ ഹൗസിന്റെ ജോലികൾ ആരംഭിക്കുന്നു. 1956 കേരള സംസ്ഥാനം രൂപീകൃതമായതോടെ പഴയ ബ്രിട്ടീഷ് കരാർ അസാധുവായെന്നും പുതിയ കരാർ ഉണ്ടാക്കണമെന്നൊക്കെ കേരള സർക്കാർ തമിഴ്നാടിനോട് ആവശ്യപ്പെടുന്നു. അതിനിടെ 1961 കേരളത്തിൽ ഒരു വലിയ പ്രളയമുണ്ടായിരുന്നു. അപ്പൊ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് അതുണ്ടാക്കിയ പെന്നിക്വിക്ക് പറഞ്ഞത് 50 കൊല്ലം എന്ന ആയുസൊക്കെ താണ്ടി പ്രളയത്തിൽ നിലം പൊത്താതെ അങ്ങനെ നിൽക്കുകയാണ് ഈ മുല്ലപ്പെരിയാർ. പക്ഷേ പ്രളയത്തിന് പിന്നാലെ 1962 ബോംബെയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ഒരു ബലക്ഷയമുണ്ടെന്ന് ഒരു റിപ്പോർട്ട് അച്ചടിച്ചു വന്നിരുന്നു. സുർക്ക ചേർത്ത് നിർമ്മിച്ച ഈ ഡാമിന് വെള്ളം പൂർണ്ണമായി ഡ്രൈ ചെയ്ത് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ട സർക്കുലറിംഗ് സാലിസ് ഇല്ല എന്നതാണ് ഇവർ ഇങ്ങനൊരു നിഗമനത്തിന് കാരണമായിട്ട് പറയുന്നത്. ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ 1964 ഒരു ജോയിന്റ് ഇൻസ്പെക്ഷൻ നടക്കുന്നു. അണക്കെട്ടിലെ വെള്ളത്തിന്റെ നിരപ്പ് 152 അടി എന്നത് നിജപ്പെടുത്തുന്നു. യാതൊരു കാരണവശാലും അത് 155 അടി പ്രവേശിക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നു. അതിനു പിന്നാലെ 1970 സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാരുമൊത്തുള്ള പഴയ കരാർ പുതുക്കി എഴുതുന്നു. ഈ പുതുക്കിയ കരാറിലാണ് 1942 അംബേദ്കറിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി മദ്രാസ് സ്റ്റേറ്റ് മുല്ലപ്പെരിയാർ 1959 സ്ഥാപിച്ചിരുന്നത്. 1965 മുഴുവനായി കമ്മീഷൻ ചെയ്യപ്പെട്ട 140 മെഗാവാട്ടിന്റെ ഹൈഡൽ പ്രൊജക്ട് ലീഗലൈസ് ചെയ്യപ്പെടുന്നത്. അതുവരെ ഉണ്ടായിരുന്ന ഏക്കർ 1-ന് 5 രൂപ എന്ന വാർഷിക ഫീസ്
30 രൂപയായിട്ട് പുതുക്കിയ കരാർ പ്രകാരം വർദ്ധിപ്പിക്കുന്നു. അപ്പോഴും മുല്ലപ്പെരിയാറിന്റെ ലോവർ ക്യാമ്പിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതി കിലോവാട്ട് ഇയറിന് 8760 യൂണിറ്റ് വൈദ്യുതിക്ക് 12 രൂപ നിരക്കിൽ, അതായത് 100 യൂണിറ്റിന് 14 പൈസ എന്ന നിരക്കിൽ നിജപ്പെടുത്തുന്നു. അതായത് ഇന്ന് തേക്കടിയിൽ നിന്ന് കനാൽ വഴി ഒഴുകിയെത്തുന്ന ജലം ഈ ഷെൽട്ടർ തുറന്നാണ് തമിഴ്നാട് സർക്കാർ അവർക്ക് വേണ്ട ജലം കൊണ്ടുപോകുന്നത്. സെക്കൻഡിൽ 2500 ഘന അടി വെള്ളമാണ് ഇതിലൂടെ പരമാവധി കൊണ്ടുപോവാൻ സാധിക്കുന്നത്. ഈ ജലം ഭൂഗർഭ തുരങ്കത്തിലൂടെ തമിഴ്നാട്ടിലെ അപ്പർ ക്യാമ്പ് ഡാമിലാണ് ആദ്യമായിട്ട് എത്തുന്നത്. അവിടെ നിന്ന് ഭൂഗർഭ തുരങ്കം വഴി ഈ കാണുന്ന പെൻസ്റ്റോക്ക് പൈപ്പിലെത്തും. ഈ കാണുന്ന പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ പരമാവധി കൊണ്ടുപോകാൻ കഴിയുന്ന വെള്ളം എന്നത് സെക്കൻഡിൽ 1800 ഘന അടി മാത്രമാണ്. ഇത് താഴെ ലോവർ ഹൗസ് പവർ ക്യാമ്പിൽ ആദ്യം എത്തും. അവിടെ വെച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെട്ട ശേഷം അവിടെ നിന്ന് വൈഗ അണക്കെട്ടിലേക്കും എത്തുന്നു. സ്ഥിതി ചെയ്യുന്നത് കേരള മണ്ണിലാണെങ്കിലും ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ തമിഴ്നാട്ടിലെ ജനങ്ങളാണ്. അവിടുത്തെ ജനങ്ങൾ ഇന്ന് കഴിയുന്നത് മുല്ലപ്പെരിയാർ ഡാമിനെ മാത്രം ആശ്രയിച്ചാണ്. ഏതാണ്ട് 1,00,000 ഏക്കർ ഭൂമിയിൽ ഇവർ മുല്ലപ്പെരിയാർ ഡാമിനെ ആശ്രയിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്നു. ഏതാണ്ട് 22.5 TMC വെള്ളമാണ് ഇങ്ങനെ തമിഴ്നാട് വർഷാവർഷം കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ഇതിനു പുറമെ 49 കോടി വൈദ്യുതിയും മുല്ലപ്പെരിയാർ ഹൈഡ്രോ പ്രൊജക്ട് വഴി എല്ലാ വർഷവും തമിഴ്നാടിന് കിട്ടുന്നത്. ഇതിനു പകരമായിട്ട് അണക്കെട്ടിയിരിക്കുന്ന ഭൂമി എന്ന വാടക എന്ന നിലയിൽ 2.5 ലക്ഷം രൂപയും വൈദ്യുതി ഉൽപാദന കണക്കിൽ 7.5 ലക്ഷം രൂപയും മാത്രമാണ് തമിഴ്നാട് കേരളത്തിന് കൊടുക്കുന്നത്. ഈ ഒരു അവസരത്തിലാണ് 1975 ചൈനയിലെ ബാൻജിയോഡ ഡാം തകർച്ചയിലേക്ക് പോകുന്നത്. ഈ ഒരു തകർച്ചയുടെ ഭാഗമായിട്ട് ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ മരിക്കുകയുണ്ടായി. അപ്പോഴാണ് കേരളത്തിലെ ആളുകളും കേരളത്തിലെ അധികൃതരും ഒരു കാര്യം തിരിച്ചറിയുന്നത്. ഈ ബാൻജിയോഡ ഡാമും അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ ഡാമും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ബാൻജിയോഡ ഡാം തകർന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ ഡാം തകരാനുള്ള സാഹചര്യം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. തുടർന്ന് 1979 ഗുജറാത്തിലെ മാച്ചു എന്ന ഡാം കൂടെ തകർന്നപ്പോഴാണ് നമ്മൾ സീരിയസ് ആവുന്നത്. ഏകദേശം 15,000 ആളുകൾ മരണത്തിന് നയിച്ച ഒരു ഡാം ആയിരുന്നു ഗുജറാത്തിലെ മാച്ചു. ഇതൊക്കെ നമ്മൾക്ക് വലിയൊരു പേടി സൃഷ്ടിച്ചു. തുടർന്ന് മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയെക്കുറിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ മുന്നിൽ എത്തുകയും ചെയ്തു. അവർ ഡാമിനെ കുറിച്ച് വിശദമായി പഠിക്കുകയും തുടർന്ന് 3 തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. ആ 3 നിർദ്ദേശങ്ങൾ ഇവയായിരുന്നു: 1 എമർജൻസി പ്രൊവിഷൻസ്, 2 മീഡിയം ടേം പ്രൊവിഷൻസ്, 3 ലോങ് ടേം പ്രൊവിഷൻസ്. ഇതിൽ എമർജൻസി പ്രൊവിഷൻ പറയുന്നത് ഡാമിന്റെ ജലനിരപ്പ് 152 നിന്നും 132 ആക്കി കുറച്ചു. കൂടാതെ ഡാമിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് മീഡിയൻ പ്രൊവിഷൻ പ്രവർത്തിക്കുന്നത്. തുടർന്ന് വർഷങ്ങൾക്കുള്ളിൽ തന്നെ തമിഴ്നാട് അറ്റകുറ്റപ്പണികളെല്ലാം തീർത്തു. പണികളെല്ലാം തീർത്ത ശേഷം ജലനിരപ്പ് പഴയതുപോലെ 182 അടിയാക്കി മാറ്റുവാൻ തമിഴ്നാട് തീരുമാനിച്ചു. എന്നാൽ തമിഴ്നാടിന്റെ ഈ തീരുമാനത്തിൽ കേരള സർക്കാർ എതിർത്തതിന്റെ പ്രധാന കാരണം ഡാമിന്റെ സുരക്ഷിതത്വം തന്നെയായിരുന്നു. തമിഴ്നാട് ഡാമിൽ ചെയ്ത അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ അശാസ്ത്രീയമായ രീതിയിലായിരുന്നു ചെയ്തത് എന്നതായിരുന്നു കേരളത്തിന്റെ വാദം. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് 136 അടിയിൽ നിന്ന് ഉയർത്താനാവില്ല എന്ന് കേരള സർക്കാർ ഉറപ്പിച്ചു പറഞ്ഞു. സ്വാഭാവികമായും തമിഴ്നാട് സർക്കാർ കേസുമായി മുന്നോട്ടു പോവാൻ തീരുമാനിച്ചു. കേസുമായി 2 കൂട്ടരും നിരവധി തവണ ആലോചിച്ചെങ്കിലും ഒരു ഒത്തുതീർപ്പ് വരാതിരുന്നപ്പോൾ പിന്നീട് കേസ് സുപ്രീം കോടതിയിലേക്ക് എത്തി. ശേഷം കോടതി വിഷയത്തെക്കുറിച്ച് പഠിക്കാനായി ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. അങ്ങനെ തമിഴ്നാട് സർക്കാരിന്റെ അറ്റകുറ്റപ്പണികളുടെ സുരക്ഷിതത്വവും ഡാമിന്റെ മൊത്തത്തിലുള്ള സുരക്ഷിതത്വവും അവർ പഠിക്കുവാൻ ആരംഭിച്ചു. പഠനത്തിന് ശേഷം അവർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. കേരള സർക്കാർ വളരെ ഒരു പ്രത്യാശയിലൂടെയായിരുന്നു ആ റിപ്പോർട്ടിനെ നോക്കിക്കണ്ടിരുന്നുവെങ്കിലും ആ റിപ്പോർട്ട് തമിഴ്നാട് സർക്കാരിന് അനുകൂലമായിരുന്നു. തമിഴ്നാട് സർക്കാർ ഡാമിൽ ചെയ്ത വർക്കിൽ ഒരു കുഴപ്പവുമില്ല എന്നതായിരുന്നു റിപ്പോർട്ട്. മാത്രവുമല്ല 136 അടിയുള്ള ജലനിരപ്പ് 142 ആക്കി കൂട്ടണമെന്നും അവർ കൂട്ടിച്ചേർത്തു. അങ്ങനെ സുപ്രീം കോടതിയിലെ അന്തിമ വിധിയും അത് തന്നെയായിരുന്നു. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 142 ആക്കി ഉയർത്താൻ സുപ്രീം കോടതി വിധിച്ചു.
കാലാകാലങ്ങളിലായി ഈ പ്രശ്നം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്നും തുടരുന്നു. അപ്പോൾ നമുക്ക് ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ്, മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണോ? നമുക്കൊന്നും തീർത്ത് പറയാൻ കഴിയില്ല. കാരണം മാൽപ് ഏരിയ അണക്കെട്ടിന് ഇന്ന് 123 വർഷം തികയുന്നു. ഇത് പൊട്ടിയാൽ ഒരേ സമയം 35 ലക്ഷം പേരെ കൊല്ലാൻ ഇതിന് കഴിയും. ഇപ്പോൾ അണക്കെട്ട് പൊട്ടുന്നതിന്റെ വക്കിലാണ്, പൊട്ടിത്തെറിക്കാനും കഴിയും. ഇത് സംഭവിക്കുകയാണെങ്കിൽ അതിനു ചുറ്റുമുള്ള 5 ജില്ലകളും ഇല്ലാതാവും. 1995 നിർമ്മിച്ച മുല്ലപ്പെരിയാറിന് നിർമ്മാണം തുടങ്ങി 80 വർഷം കഴിഞ്ഞിട്ടും അതിൽ വിള്ളലുകളുണ്ട്. കൂടുതൽ ചോർച്ചകൾ വരാനും തുടങ്ങി. ഇന്ത്യയുടെ അഭിഭാഷകരും അസോസിയേഷനും മറ്റും പല പ്രഭുക്കന്മാരും ഈ അണക്കെട്ട് വേണമെന്ന അഭിപ്രായമേ ഉയർന്നു വന്നുള്ളൂ. എത്രയും വേഗം പുതിയൊരെണ്ണം ഉണ്ടാക്കി മാറ്റി സ്ഥാപിക്കുക. ഡാമിന്റെ ശരാശരി ആയുർദൈർഘ്യം 50 വർഷമാണ്. 123 വർഷത്തേക്കാൾ 3 മടങ്ങ് കടന്നുപോയി. IIT റൂർക്കിയുടെ റിപ്പോർട്ടുകളിൽ പറയുന്നത്, അതായത് ഈ പ്രദേശത്ത് 6.5 റിക്ടർ സ്കെയിൽ ആണെങ്കിൽ ഭൂകമ്പം ഉണ്ടായാൽ ഈ അണക്കെട്ട് ഉടനെ പൊട്ടും. അത് മാത്രമല്ല, പൊട്ടിയാൽ 53,000 കോടി ഗാലൻ വെള്ളമാണ് പുറത്തേക്ക് വരുന്നത്. ഈയൊരു ഡാം പൊട്ടിയാൽ ഇടുക്കി ഡാം കൂടാതെ പിന്നിലെ ചെറുതോണി ഡാം, ഏഷ്യയിലെ ഏറ്റവും വലിയ ഡാമാണ് ഇടുക്കി ഡാം, എല്ലാം തകരും. അപ്പോൾ ഇന്ത്യക്ക് ഇത് എത്രമാത്രം ചെലവാകുമെന്ന് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. എത്ര തന്നെയായാലും ഇന്ന് വരെ ഇരു സംസ്ഥാനങ്ങളും ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. 2 സർക്കാരും ചേർന്ന് നല്ലൊരു തീരുമാനമെടുക്കാൻ തയ്യാറാവട്ടെ. എന്തു തന്നെയായാലും അത് ഒരു തരത്തിലും ഇരു സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ ബാധിക്കാതിരിക്കട്ടെ. അപ്പൊ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. Then I will stop and see you again. Bye.